എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ 2024 ചോദിച്ച ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയോളൂ. 32 സ്ക്വയർ ഈക്വൽ ടു 1024 ആയാൽ 0.001024 വർഗമൂലം എത്ര? അപ്പൊ ഇത് 32 സ്ക്വയർ എത്രയാന്ന് പറഞ്ഞിട്ടുണ്ട്? 1024 പറഞ്ഞിട്ടുണ്ട് അല്ലെ? അപ്പൊ ഇതിന്റെ വർഗമൂലം എങ്ങനെ കാണാ? റൂട്ട് ഓഫ് 1024 എന്ന് പറയുന്നത് ഏതാവും? 32 ആവും അല്ലെ? എന്തുകൊണ്ടാണ് 32 സ്ക്വയർ 1024 എന്ന് തന്നിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം റൂട്ട് ഓഫ് 1024 എന്ന് പറയുന്നത് 32 ആണെന്ന്. ഇനി എന്താ ചോദിച്ചേക്കണേ? ഇതിന്റെ വർഗമൂലം, അതായത് റൂട്ട് ഓഫ് ഇത് എത്രയാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ റൂട്ടിന്റെ ഉള്ളില് പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര സ്ഥാനം ഉണ്ട് നോക്കൂ. 2, 4, 6 സ്ഥാനം. അപ്പോൾ വെളിയിലേക്ക് വരുമ്പോ, അതായത് റൂട്ടിന്റെ വെളിയില് വരുമ്പോ നമുക്ക് 3 സ്ഥാനാണ് ഉണ്ടാവുക പോയിന്റ് കഴിഞ്ഞിട്ട്. അപ്പോൾ പോയിന്റ് കഴിഞ്ഞ് 3 സ്ഥാനം വേണമെന്ന് നമുക്ക് മനസ്സിലായി. ഇനി ഇവിടെ പോയിന്റ് ഒന്നും ഇല്ല എങ്കിൽ 1024 തന്നെയാണ്. അതിന്റെ റൂട്ട് എന്ന് പറയുന്നത് എത്രയാണ്? 32 ആണ് അല്ലെ? ഇനി പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര സ്ഥാനം വേണമെന്നാ ഞാൻ പറഞ്ഞേ? 6 സ്ഥാനം ഇതിലുണ്ട് വെച്ചെങ്കിൽ പോയിന്റ് കഴിഞ്ഞ 3 സ്ഥാനമാണ് വേണ്ടത്. അപ്പൊ 0.032 എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരും. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കണു. ഇതിന്റെ സ്ക്വയർ നമുക്ക് തന്നിട്ടുണ്ട്. അത് കാരണം ഇതിന്റെ വർഗമൂലം എന്ന് പറയുന്നത് 1024ന്റെ വർഗമൂലം എന്ന് പറയുന്നത് 32 ആണ്. അപ്പൊ അത് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് കാണേണ്ടത് എന്താണ്? റൂട്ട് ഓഫ് 0.001024. അതായത് പോയിന്റ് കഴിഞ്ഞ 6 സ്ഥാനമുണ്ട്. അപ്പോൾ റൂട്ടിന്റെ വെളിയിലേക്ക് വരുമ്പോ, അതായത് ഇതിന്റെ ആൻസർ കാണുമ്പോ നമുക്ക് പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര സ്ഥാനം വേണം? അതിന്റെ പകുതി, അതായത് 3 സ്ഥാനം വേണം. അപ്പൊ 6 സ്ഥാനം ഉണ്ട് വെച്ചെങ്കിൽ 3 സ്ഥാനം, 4 സ്ഥാനമാണ് വെച്ചെങ്കിൽ 2 സ്ഥാനം, അങ്ങനെ പകുതിയാണ് ഉണ്ടാവുക റൂട്ടിന്റെ വെളിയിലേക്ക് വരുമ്പോ. അപ്പൊ നമുക്ക് ഇവിടെ 0.032 എന്ന് ആൻസർ കിട്ടി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. 28 എന്ന ഭാജ്യസംഖ്യയുടെ ഘടകങ്ങളുടെ എണ്ണം. ഘടകങ്ങൾ ആദ്യം ഞാൻ ശരിക്കുള്ള മെത്തേഡ് പറഞ്ഞുതരാം, പിന്നെ അതിനൊരു എളുപ്പ വഴിയുണ്ട്, അതും പറഞ്ഞു തരാം. 28 എന്നതിന് ഏതൊക്കെ ഘടകങ്ങൾ ഉണ്ടാവും നോക്കൂ. ഒന്നുണ്ട് അല്ലെ? പിന്നെ 2 പൂവും 28 ഇല്ലേ? 3 പൂവോ ഇല്ല. 4, 7, 4, 28 അല്ലെ? 4 പൂവും 5 പൂവില്ല. 6 പൂവോ ഇല്ല. 7. അപ്പൊ 4ഉം 7ഉം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കറിയാം 2 ഇൻറ്റു 14 ആവണം. പിന്നെ 1 ഇൻറ്റു 28 ആവണം അല്ലെ? അപ്പൊ എത്ര സംഖ്യകളുണ്ട്? എത്ര ഘടകങ്ങളുണ്ട്? 1, 2, 3, 4, 5, 6. ഇതിപ്പോ ചെറിയ സംഖ്യ ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും. ഇനി കുറച്ച് വലിയ സംഖ്യയാണ് വെച്ചെങ്കിൽ നമുക്ക് വേറൊരു വഴി മെത്തേഡ് കാണിക്കാൻ പറ്റും. 28നെ നമ്മൾ ഘടകങ്ങളാക്കുക. എങ്ങനെയാണ്? 2, 14, 2, 7 അല്ലെ? 7, 1. അപ്പൊ ഇതിനെ നമുക്ക് എന്താ എഴുതാം? 2 സ്ക്വയർ ഇൻറ്റു 7 എന്ന് എഴുതാം അല്ലെ? 7⁻1. അപ്പൊ ഈ പവർ ഇല്ലേ, ഈ പവറിന്റെ +1 ചെയ്യുക, അതായത് 3. പിന്നെ ഇവിടെ പവറിന്റെ +1 ചെയ്താൽ എത്രയാവും? 2. അതിനെ തമ്മിൽ ഗുണിക്കുക. അത്രയും ഘടകങ്ങളാണ് ഉണ്ടാവുക. അപ്പൊ 6 എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരിക. അപ്പൊ നമ്മൾ ഘടകങ്ങളാക്കുമ്പോ ഇവിടെ നമ്മൾ ചെയ്യുമ്പോ എന്ത് വേണം? അഭാജ്യ സംഖ്യകൾ കൊണ്ട് ചെയ്യണം. അഭാജ്യ സംഖ്യകളുടെ ഘടകങ്ങളായിട്ടാണ് ചെയ്യേണ്ടത്. അപ്പൊ ആ വരണതിന്റെ +1 കൂട്ടുക, ഇവിടെയും +1 കൂട്ടുക, അതിനെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ കിട്ടണ ആൻസർ ആണ് നമുക്ക് അത്രയും ഭാജ്യസംഖ്യകളുടെ ഘടകം. ഇതിന്റെ ഭാജ്യസംഖ്യ 28 എന്ന ഭാജ്യസംഖ്യകളുടെ ഘടകങ്ങളുടെ എണ്ണം കിട്ടാൻ വേണ്ടി ഇങ്ങനെ ചെയ്താൽ മതി. അല്ല നിങ്ങൾക്ക് ഇത് പറ്റില്ല എങ്കിൽ നിങ്ങൾ ആദ്യം പറഞ്ഞ മാതിരി 28 ഏതൊക്കെയാണ് സംഖ്യകൾ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റണത് എന്ന് നോക്കുക. അപ്പോൾ അതിന്ന് നമുക്ക് ആൻസർ കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 3 + 6 + 9 + etc + 180 എത്ര?
ഇതിന്ന് എല്ലാത്തുനിന്നും ഞാൻ 3 കോമൺ ആയി പുറത്തേക്ക് എടുത്താ ഇതിനെ എന്ത് എഴുതാം നമുക്ക്? 1 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് എക്സിട്ര പ്ലസ് 60 എന്നായി അല്ലെ? ഇതെന്താണ്? ആദ്യത്തെ 60 എണ്ണൽ സംഖ്യകളുടെ തുകയാണ്. അതെങ്ങനെയാ കാണാ? ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ തുക കാണാനുള്ള വാക്യം എന്താണ്? n × n+1/2 ആണ്. അപ്പൊ ഇവിടെ ഒരു 3 ഉണ്ട് കേട്ടോ. അപ്പം 3 ഇൻറ്റു ഇവിടെ n എത്രയാണ്? 60. 60 ഇൻറ്റു 60 + 1 61/2. അതെത്രയാണ്? 30. അപ്പൊ 30 ഇൻറ്റു 3 90. 61 ഇൻറ്റു 90 അതെത്രയാണ്? 0 9 9 54 5490 എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 3 ഇൻറ്റു 10 പ്ലസ് 5 ഇൻറ്റു 1 പ്ലസ് 8/10 പ്ലസ് 3/1000 എത്ര? 8/10 എന്ന് പറഞ്ഞാൽ എന്താണ്? 0.8 ആണ്. 3/1000 എന്ന് പറഞ്ഞാൽ എന്താണ്? 0.003 ആണ്. ഇനി ഇവിടെ എന്താ വരിക? 30 പ്ലസ് 5 30 പ്ലസ് 5 35 പ്ലസ് 0.8 പ്ലസ് 0.003. അപ്പൊ നമുക്ക് എന്ത് വരും? 35.803. ഇത് എങ്ങനെയാണ് ചെയ്യണമെന്ന് ഞാൻ കാണിച്ചു തരാം. 30 5 35 എന്നുള്ളത് നിങ്ങൾക്ക് അറിയാലോ. 35 പ്ലസ് 0.8 എങ്ങനെ എഴുതണം? 35ന്റെ താഴെ എഴുതാൻ പാടില്ല, ഇവിടെ എഴുതണം. അപ്പൊ 35നെ നമുക്ക് എന്തെഴുതാം? 35.000 എന്ന് എഴുതാം. പ്ലസ് 0.8 അല്ലെ? പോയിന്റ് കഴിഞ്ഞിട്ട് 8 ഇവിടെ എഴുതണം. ഇനി 0.003 എന്ന് പറയുന്നത് 0.003 ഇങ്ങനെ എഴുതണം. അപ്പൊ 3 0 കൂടി കൂട്ടിയ 3 0 8 0 കൂടി കൂട്ടിയ 8 പിന്നെ ഇവിടെ എന്താ ഉള്ളത്? 35. അപ്പൊ 35.803. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എക്സിന്റെ 15% വൈയുടെ 40% തുല്യമായാൽ x/y കാണുക. ഇതിന് എളുപ്പ വഴി എന്താണ്? എക്സിന്റെ ഇത്ര ശതമാനം വൈയുടെ 40%-ന് തുല്യമാണെന്ന് പറഞ്ഞാൽ അതിന്റെ എന്താണ് അനുപാതം കാണാൻ വേണ്ടി x/y കാണാൻ വേണ്ടി ഇത് ഇത് ചെയ്താൽ മതി. അതായത് 40:15. അത് എത്രയാണ്? 8:3 അല്ലെ? 5 കൊണ്ട് ഇതിലും ഡിവൈഡ് ചെയ്യാൻ പറ്റും. 2ലും ഡിവൈഡ് ചെയ്യാൻ പറ്റുകയാണെന്ന് വെച്ചെങ്കിൽ നമുക്ക് ഏറ്റവും ചെറിയ രൂപത്തിലെത്താം. അപ്പൊ 8:3 എന്നുള്ളതാണ്. ഇനി നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത് വരണേന്ന് കാണിച്ചു തരാം. എക്സിന്റെ 15% എന്ന് പറഞ്ഞാൽ 15/100 ഈക്വൽ ടു വൈയുടെ എന്താണ്? 40/100. അപ്പൊ നമുക്ക് ഇനി x/y കാണണം അല്ലെ? അതാണ് x/y. x/y കാണണം വെച്ചെങ്കിൽ എന്ത് ചെയ്യാ? ഈ 100ഉം ഈ 100ഉം ക്യാൻസൽ ചെയ്ത് പോയില്ലേ? അപ്പൊ ഇനി എന്താണ്? 40/15 എന്ന് വന്നു. അതാണ് ഞാൻ പറഞ്ഞത് 40:15. അപ്പൊ എന്താണ്? അതിന്റെ ചെറിയ രൂപാക്കുക. അപ്പൊ 8:3 ആയി. അതായത് 5 വെട്ടി 5 40 5 15. അപ്പൊ 8:3 എന്നായി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒരു തീവണ്ടിയുടെ ശരാശരി വേഗത 90 km/മണിക്കൂർ എങ്കിൽ ആ തീവണ്ടി 15 മിനിറ്റ് കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരം എന്ത്? അതായത് ശരാശരി വേഗത ഇവര് എന്തിലാണ് പറഞ്ഞിരിക്കുന്നത്? km/മണിക്കൂർ, അതായത് km/ഹവറിലാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ? അപ്പോ ശരാശരി വേഗത എങ്ങനെയാ കാണാ? വേഗത ദൂരം ബൈ സമയമാണ് അല്ലെ? വേഗത എന്ന് പറയുന്നത് ദൂരം ബൈ സമയമാണ്. അപ്പൊ നമുക്ക് എന്താ കണ്ടത്? ദൂരാണ് കണ്ടത്. അപ്പൊ എന്താണ്? വേഗത ഇൻറ്റു സമയം. വേഗത ഇൻറ്റു സമയമാണ് ദൂരം. അപ്പൊ ഇവിടെ വേഗത നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? 90 km/മണിക്കൂർ തന്നിട്ടുണ്ട്. ഇൻറ്റു സമയം പക്ഷെ മിനിറ്റിലാണ് തന്നിരിക്കണേ. അതിനെ നമ്മൾ എന്തായാലാക്കണം? മണിക്കൂറിലാക്കണം. എങ്ങനെയാണ് മിനിറ്റിനെ മണിക്കൂറാക്കുക? 60 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 15/60. അപ്പൊ ഇവിടെ ഇത് വെട്ടിപ്പോവും. 3 6 ഇവിടെ 3 15 പിന്നെന്താണ്? 9 5 45/2 എന്ന് പറയും. അത് എത്രയാണ്? 22.5
5 45ന്റെ പകുതി എത്രയാണ്? 44ന്റെ പകുതി 22 പിന്നെ ഒരു 0.5 അപ്പൊ 22.5. അടുത്ത ക്വസ്റ്റ്യൻ 1250 രൂപ 5% സാധാരണ പലിശ നിരക്കിൽ ഒരു ബാങ്കിൽ നിക്ഷേപിച്ചാൽ 1750 രൂപ കിട്ടുന്നതിന് എത്ര വർഷം വേണം? എന്താണ് പറഞ്ഞേക്കണേ? സാധാരണ പലിശയാണ് അല്ലെ? അപ്പൊ അതിന് ആക്കി എന്താണ്? I = സാധാരണ പലിശ കാണാനുള്ള വാക്യം I = PNR/100 ആണ്. അപ്പൊ ഇനി എന്താണ് പറഞ്ഞേക്കണേ? ഈ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എത്ര കിട്ടണം? 1750 കിട്ടണമെങ്കിൽ ഇൻട്രസ്റ്റ് ആയിട്ട് 500 രൂപ കിട്ടണം അല്ലെ? ഇതിന്റെ ഡിഫറൻസ് ആണ് ഇൻട്രസ്റ്റ്. 1750 മൈനസ് 1250 എത്രയാണ്? 500 രൂപ. അപ്പൊ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 500 രൂപയാണ് കിട്ടിയത്. പി എന്ന് പറയുന്നത് എന്താണ്? മുതൽ എത്രയാണ്? 1250 രൂപയാണ്. എൻ എന്ന് പറയുന്നത് എത്രയാണ്? കാലം, എത്ര വർഷം, അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എൻ തന്നെ എഴുതുക. എത്രയാണ്? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, അതായത് നിരക്ക് 5% അപ്പൊ 5/100. അപ്പൊ ഇനി എങ്ങനെയാ വരിക? ഈ n ആണ് ഇനി കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ n = എന്ത് വരും? 500 × 100/5 × 1250. അപ്പൊ ഇവിടെ 5 100 പ്രാവശ്യം പോവും അല്ലെ? ഇവിടെ 0 വെട്ടിക്കളഞ്ഞു. 125-ല് 25 എത്ര പ്രാവശ്യം പോവും? 5 പ്രാവശ്യം. അപ്പൊ ഇവിടെ എത്ര പോവും? 25 4 പ്രാവശ്യം. ഇനി ഇവിടെ എന്താണ്? 5 ഉണ്ട് അല്ലെ? 2 പ്രാവശ്യം. അപ്പൊ എത്രയാണ് ആൻസർ വരിക? 8 വർഷം എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരിക. അപ്പൊ ഡി എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒരു തൊഴിലാളിയുടെ തുടർച്ചയായ 5 ദിവസത്തെ കൂലി 800, 760, 780, 750, 720 രൂപ എന്നിവയാണ്. 6 ദിവസത്തെ ശരാശരി കൂലി 775 രൂപയായാൽ 6-ാം ദിവസത്തെ കൂലി എത്ര? എങ്ങനെയാണ് ചെയ്യുക? അവരുടെ 5 ദിവസത്തെ കൂലികൾ തന്നുണ്ട് അല്ലെ? അപ്പോൾ ടോട്ടൽ എത്രയാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. എത്രയാണ്? 800 പ്ലസ് 760 പ്ലസ് 780 പ്ലസ് 750 പ്ലസ് 720 അല്ലെ? അപ്പൊ എത്രയാണ്? 0, 5 2 7, 8 7 15 6 21 2 അല്ലെ? 4 പ്രാവശ്യം 7 ഉണ്ട്. 4 7 28, 28 8 36 2 38, 3810 അപ്പോ ടോട്ടല് 5 ദിവസത്തെ 5 ആളുകളുടെ. ഇനി 6 ദിവസത്തെ ശരാശരി കൂലി തന്നുണ്ട്. അപ്പോ ടോട്ടൽ എങ്ങനെ കണ്ടുപിടിക്കുക? 775-നെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലെ? ടോട്ടൽ ഡിവൈഡഡ് ബൈ എത്ര ആളുകൾ എത്ര ദിവസം ഉണ്ടോ അത് പറയുന്നതാണ് ശരാശരി അല്ലെ? അപ്പോ ശരാശരി തന്നുണ്ട്, ദിവസവും തന്നുണ്ട് വെച്ചെങ്കിൽ ടോട്ടൽ കണ്ടുപിടിക്കുക എന്താണ്? ശരാശരി ഇൻറ്റു ദിവസം. അതായത് 6 5 30, 3 7 6 42, 3 45, 4 7 6 42, 4 46, 4650. ഇനി ഇതിന്ന് ഇത് മൈനസ് ചെയ്യുക. 4650 ഏത് മൈനസ് ചെയ്യണം? 3810 മൈനസ് ചെയ്യണം. 0 മൈനസ് 0 0, 5 മൈനസ് 1 4, 6 മൈനസ് 8 ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇവിടുന്ന് എടുത്തു. അപ്പൊ 3 ആയി. ഇത് 16 ആയി. 16 മൈനസ് 8 ആവുമ്പോ 8. അപ്പൊ 3 മൈനസ് 3 0 ആയി. അപ്പൊ 840 എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒരു സംഖ്യയുടെ 40% 160 ആയാൽ ആ സംഖ്യയുടെ 30% എത്ര? എക്സ് എന്ന് വിചാരിക്കുക സംഖ്യ. അതിന്റെ 40% എത്രയാന്ന് പറഞ്ഞിട്ടുണ്ട്? 160 ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ?
അപ്പം 40% 160 എന്ന് പറഞ്ഞിട്ടുണ്ട് വെച്ചെങ്കിൽ എക്സ് എങ്ങനെ കണ്ടുപിടിക്കും? 160 ഇൻറ്റു 100/40 അല്ലേ? ഇതിനെ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ ഇത് ഇൻറ്റു 100 ആവും, ഇത് ഡിവൈഡഡ് ബൈ 40 ആവും. ഇനി എന്താ പറഞ്ഞേക്കണേ? ഈ എക്സിന്റെ 30% ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ എക്സിന്റെ 30% കണ്ടുപിടിക്കാൻ എന്താണ്? ഇൻറ്റു 30/100. അപ്പൊ ഈ എന്താണ്? 160 ഇൻറ്റു 100/40 ഇൻറ്റു 30/100. ഞാൻ എന്താ വെട്ടാഞ്ഞെന്ന് വിചാരിച്ചാൽ ഇത് രണ്ടും ക്യാൻസൽ ചെയ്ത് പോവും. പിന്നെന്താണ്? ഈ 0 ക്യാൻസൽ ചെയ്ത് പോവും. ഇവിടെ എന്താവും? 40 ആവും. 40 ഇൻറ്റു 3 120. അപ്പൊ എന്താണ് ആൻസർ? 120 എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 48 മൈനസ് 12 ഇൻറ്റു 3 പ്ലസ് 8 ഡിവൈഡഡ് ബൈ 10 മൈനസ് 18 ഡിവൈഡഡ് ബൈ 3. ഡിവിഷൻ ആദ്യം ചെയ്യാം നമുക്ക്. അപ്പൊ 18 ഡിവൈഡഡ് ബൈ 3 എന്ന് പറയുന്നത് എത്രയാണ്? 6 ആണ് അല്ലെ? 10 മൈനസ് 6 എത്രയാണ്? 4 ആണ്. അപ്പൊ ബൈ 4 എന്ന് വരും അല്ലെ? ഇനി ഇവിടെ എന്താ ചെയ്യണ്ടേ? 12 ഇൻറ്റു 3 എത്രയാണ്? 3 36. 48 മൈനസ് 36 എത്രയാണ്? 48 മൈനസ് 36 12. 12 പ്ലസ് 8 20. 20/4 5 അല്ലെ? 20/4 5 എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. കൂട്ടത്തിൽ പെടാത്തത് ഏത്? ഇത് നോക്കൂ. ഇത് 16/10 ആണ്. ഇത് ഏത് ഭിന്നാണ്? വിഷമ ഭിന്നാണ് അല്ലെ? വിഷമ ഭിന്നാണ്. അപ്പൊ ഇതിനെ മിശ്ര ഭിന്നാക്കാൻ സാധിക്കും അല്ലെ? 16നെ 10 കൊണ്ട് ഹരിച്ച 1 ആൻഡ് 6/10 എന്ന് പറയാം അല്ലെ? ഇനി 1 ആൻഡ് 3/5 ഇത് എന്താണ്? മിശ്ര ഭിന്നമാണ്. ഇതെന്താണ്? സാധാരണ ഭിന്നമാണ്. ഇതോ വിഷമ ഭിന്നാണ്. മിശ്ര ഭിന്നമാക്കാം. എങ്ങനെയാണ്? 8/5 എന്ന് പറയുന്നത് എത്രയാണ്? 1 ആൻഡ് 3/5 ആണ്. അപ്പൊ ഏതാണ് ഇതില് അങ്ങനെ ആക്കാൻ പറ്റാത്തത്? മിശ്ര ഭിന്നമാക്കാൻ പറ്റാത്തത്? ഇത് സാധാരണ ഭിന്നമാണ്. അപ്പൊ ഇതാണ് കൂട്ടത്തിൽ പെടാത്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 10 പേർ പരസ്പരം ഹസ്തദാനം ചെയ്താൽ ആകെ എത്ര ഹസ്തദാനം ഉണ്ടാകും? അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്ക. ഇതിന് എളുപ്പ വഴിയുണ്ട്, അത് പറഞ്ഞു തരാം. അതിനെക്കാട്ടും മുന്നേ 10 പേരാവുമ്പോ 9 ആളുകളുമായിട്ടാണ് ഹസ്തദാനം ചെയ്യുക. 9 ആളുകളാവുമ്പോ ബാക്കി 8 പേരുമായിട്ടാണ് ഹസ്തദാനം ചെയ്യുക. അങ്ങനെ വരുമ്പോ 2 ആള് വരുമ്പോ ബാക്കി ഒരാളുമായിട്ടാണ് ചെയ്യുക. അപ്പൊ ആകെ ഹസ്തദാനങ്ങൾ എത്ര വരും? 1 തൊട്ട് 9 വരെയുള്ള സംഖ്യകളുടെ തുകയാണ് വരിക അല്ലെ? അത് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? 1 തൊട്ട് 9 വരെ എന്ന് പറഞ്ഞാൽ n9. അപ്പൊ 9 ഇൻറ്റു 9 പ്ലസ് 1 10. 10/2 അതായത് 90/2 45. അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയ നിങ്ങൾക്ക് എളുപ്പ വഴിയിൽ ചെയ്യാനുള്ള വഴി n ഇൻറ്റു n-1/2. അതായത് n എന്ന് പറയുന്നത് 10 എത്ര ആളുകളുണ്ടോ അത്. അപ്പൊ 10 ഇൻറ്റു 10 മൈനസ് 1 എത്രയാണോ? 9/2 അതായത് 45. ഇതാണ് എളുപ്പ വഴി. സെക്കൻഡുകൾക്കുള്ളിൽ നിങ്ങൾക്ക് ചെയ്ത് കഴിയും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ തന്നിരിക്കുന്ന സംഖ്യകൾ അവരോഹണ ക്രമത്തിൽ എഴുതുമ്പോൾ മൂന്നാമതായി വരുന്ന സംഖ്യ ഏത്? അവരോഹണം എന്ന് പറഞ്ഞാൽ എന്താണ്? വലുതിൽ നിന്ന് ചെറുതിലേക്ക് വരിക. അപ്പൊ ഏറ്റവും വലുതാണ് ആദ്യം എഴുതേണ്ടത്. അപ്പൊ 145. പിന്നത്തെ വലുത് ഏതാണ്? 125. പിന്നത്തെ വലുത് ഏതാണ്? 121. അപ്പൊ മൂന്നാമതായി വരുന്ന സംഖ്യ ഏതാണ്? 121. അപ്പൊ സി എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. BDE EF EGH HJK എന്ന ശ്രേണിയിലെ അടുത്ത പദം ഏത്? നോക്കൂ, ഇതെങ്ങനെയാ ചെയ്തേക്കണേ? ബി കഴിയുമ്പോ സി ഇല്ല, ഡി പിന്നത്തെ ഇ തന്നെ അല്ലെ? അപ്പൊ അടുത്തതില് ഇ തൊട്ടാണ് തുടങ്ങണത്. എഫ് ഇല്ല, ജി ഉണ്ട്, പിന്നത്തെ തന്നെ. എച്ച് തുടങ്ങും, ഐ ഇല്ല, ജെ കെ. അപ്പൊ എന്താണ്? കെ തുടങ്ങണം അല്ലെ? എൽ ഇല്ല, എം പിന്നെന്താണ്? എൻ. അപ്പൊ KMN എന്നുള്ളതാണ്
ആൻസർ ആയിട്ട് വരും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒറ്റയാനെ കണ്ടെത്തുക. 8 33, 12 37, 7 22, 15 46. ഇതിൽ നോക്കൂ, ഇതെങ്ങനെയാണ്? 12 ഇവിടെ നോക്കുമ്പോ ഇവിടെ നോക്കൂ, ഇവിടുന്ന് തുടങ്ങാം നമുക്ക്. 15 × 2 എത്രയാണ്? 30. 30ന്റെ കൂടെ അപ്പൊ 15 × 2 30. 30 പ്ലസ് 15 പ്ലസ് 1 അല്ലെ? 15 × 2 പ്ലസ് 15 പ്ലസ് 1, അങ്ങനെയാണ് 46 കിട്ടുന്നത്. അപ്പൊ ഈ സംഖ്യ 7 × 2 പ്ലസ് 7 പ്ലസ് 1, അതായത് 14 പ്ലസ് 8 22. കണ്ടോ? അപ്പൊ 12 × 2 പ്ലസ് 12 പ്ലസ് 1, അത് എത്രയാണ് വരിക? 24 13, അത് എത്രയാണ്? 37. അപ്പൊ ഇത് മാത്രമാണ് അങ്ങനെ ഇല്ലാത്തത്. 8 × 2 പ്ലസ് 8 പ്ലസ് 1 എന്ന് പറയുമ്പോൾ എന്ത് വരും? 2 16 പ്ലസ് 9 എന്നാണ് വരിക. അപ്പൊ ഈ 33 അല്ല വരിക. അപ്പൊ ഇതാണ് ഓഡ് വൺ. മനസ്സിലായില്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അജയന് വിജയനേക്കാൾ 10 വയസ്സ് കൂടുതലാണ്. അടുത്ത വർഷം അജയന്റെ പ്രായം വിജയന്റെ പ്രായത്തിന്റെ ഇരട്ടിയാകും എങ്കിൽ വിജയന്റെ വയസ്സ് എത്ര? അതായത് അജയന്റെ വയസ്സ് A എന്ന് വിചാരിച്ചു. അപ്പൊ എന്താണ് പറയണത്? വിജയന്റെ വയസ്സ് V എന്ന് വിചാരിക്കൂ. വിജയനേക്കാൾ 10 വയസ്സ് കൂടുതൽ, V+10 അല്ലെ? അടുത്ത വർഷം എന്ന് പറഞ്ഞാൽ അജയന് എത്രയാവും? A+1 ആവും അല്ലെ? വിജയന് എത്രയാവും? V+1 ആവും അല്ലെ? അതെന്ന് പറയുന്നത് അജയന്റെ പ്രായം എന്ന് പറയുന്നത് വിജയന്റെ പ്രായത്തിന്റെ ഇരട്ടി, അതായത് A+1 എന്ന് പറയുന്നത് 2 × V+1 ആവും. ഇനി നമുക്ക് ഇതിന്ന് V കണ്ടുപിടിക്കണം. V കണ്ടുപിടിക്കാൻ വേണ്ടി എക്ക് എന്ത് എഴുതാം? നമുക്ക് V+10 എന്ന് എഴുതാം. അപ്പൊ V+10 + 1 = 2V + 2 അല്ലെ? അപ്പൊ ഈ വീനെ അങ്ങോട്ട് കൊണ്ടുപോയാൽ 2V - V എന്ന് പറയുന്നത് V ആവും. 11 ഇതിനെ അങ്ങോട്ട് കൊണ്ടുപോയാൽ -2 ആവും. 11 - 2 എത്രയാണ്? 9. അപ്പൊ വിജയന്റെ വയസ്സ് എത്രയാണ്? 9 എന്ന് കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 9 കൊണ്ട് ഹരിക്കുമ്പോൾ 3, 12 കൊണ്ട് ഹരിക്കുമ്പോൾ 6ഉം 4 കൊണ്ട് ഹരിക്കുമ്പോൾ 8ഉം ശിഷ്ടം വരാവുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏത്? ഇതില് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? 9 കൊണ്ട് ഹരിക്കുമ്പോൾ 3ഉം അല്ലെ? 9 കൊണ്ട് ഹരിക്കുമ്പോൾ 3, 12 കൊണ്ട് ഹരിക്കുമ്പോൾ എന്താണ്? 6, 14 കൊണ്ട് ഹരിക്കുമ്പോൾ 8, ഇങ്ങനെയാണ് വേണ്ടത് അല്ലെ? അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഈ 9, 12, 14ന്റെ ലസാഗു കണ്ടുപിടിക്കണം നമ്മള്. അപ്പൊ എന്താണ്? 9, 12, 14ന്റെ ലസാഗു എന്ത് വരും? 3 പോവും അല്ലെ? ഈ രണ്ടെണ്ണത്തില്. അപ്പൊ 3 9, 4 3 12, 14. ഇനി 2 പോവും അല്ലെ ഈ രണ്ടെണ്ണത്തില്. അപ്പൊ 3 തന്നെ എഴുതുക. ഇവിടെ എന്താ എഴുതുക? 2 എഴുതുക. ഇവിടെ 7 എഴുതുക. അപ്പൊ ഇതാണ് നമ്മുടെ ലസാഗു അല്ലെ? ലസാഗു കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അപ്പൊ ഇത് എങ്ങനെയാണ്? 3 2 6, 6 3 18, 18 2 36, 36 × 7, 7 6 42, 4 3 7 21, 4 25, 252. ഇനി നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? ഇനി അവര് പറയുന്നുണ്ട് ഹരിക്കുമ്പോൾ അല്ലെ? 9 കൊണ്ട് ഹരിക്കുമ്പോൾ 3. അപ്പൊ ഇതിന്റെ ഡിഫറൻസ് എന്താണ്? 6 ആണ് അല്ലെ? ഇതിന്റെ ഡിഫറൻസ് ഏതാണ്? 6 തന്നെയാ. 14 - 8 എത്രയാണ്? 6. അപ്പൊ ഈ 6 ഇതിന്ന് ഈ LCM ഈ 6 മൈനസ് ചെയ്യണം. എത്ര ഡിഫറൻസ് ആണോ വരുന്നത് ആ ഡിഫറൻസും മൈനസ് ചെയ്യണം. അപ്പൊ 252 - 6 എത്രയാണ്? 246. അപ്പൊ അതാണ് ഇതെല്ലാം ഇതുകൊണ്ടെല്ലാം ഹരിക്കുമ്പോൾ ശിഷ്ടം വരാവുന്ന ഏറ്റവും ചെറിയ സംഖ്യ 246. അപ്പൊ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾ എന്താ ചെയ്തത്? എല്ലാത്തിന്റെയും LCM എടുത്തു. LCM എടുത്ത് അതിന്റെ ഡിഫറൻസ് ഏതാണോ ആ ഡിഫറൻസ് ആ LCM മൈനസ് ചെയ്തു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സൺ എന്ന വാക്ക്
RTTVMO എന്ന് കോഡ് ചെയ്താൽ പെൻ എന്ന വാക്ക് എങ്ങനെ കോഡ് ചെയ്യാം? എങ്ങനെയാണ് ഇതെങ്ങനെയാണ് എഴുതിക്കണേ നോക്കൂ. എസ് അല്ലെ, എസിന്റെ മുന്നിലുള്ളത് R, അത് കഴിഞ്ഞിട്ടുള്ളത് T. അപ്പൊ RT എന്ന് എഴുതി. പിന്നെന്താ നമ്മൾ ചെയ്തത്? ഈ യുവിന്റെ മുന്നിലുള്ളത് T, ശേഷമുള്ളതോ V, അങ്ങനെ എഴുതി. എന്നിന്റെ മുന്നിലുള്ളത് M, ശേഷമുള്ളത് O. അപ്പൊ അതേപോലെ ഇതിന്റെ എഴുതിയാലോ? ഇതിന്റെ മുന്നേ ഏതാ വരിക? പിയുടെ മുന്നേ O അല്ലെ, പിന്നെ P കഴിഞ്ഞിട്ട് Q. അപ്പൊ OQ തുടങ്ങണത് എന്താണ്? ഒരെണ്ണേ ഉള്ളൂ, ഇത് തന്നെയാവും. അടുത്തത് ഞാൻ പറയാം. ഇയുടെ മുന്നേ എന്ത് വരും? D വരും അല്ലെ. E കഴിഞ്ഞിട്ട് എന്ത് വരും? F വരും. എന്നിന്റെ മുന്നേ എന്ത് വരും? M വരും അല്ലെ. N കഴിഞ്ഞിട്ട് എന്ത് വരും? O വരും. അപ്പൊ ഇത് തന്നെയല്ലേ ഇത്? അപ്പൊ A എന്നുള്ള ഓപ്ഷൻ ആണ് കറക്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 1/5 പ്ലസ് 1/5 സ്ക്വയർ പ്ലസ് 1/5 ക്യൂബ് ഈക്വൽ ടു എത്ര? അതായത് 1/5 പ്ലസ് 1/5 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 25 പ്ലസ് 1/5 ക്യൂബ് എന്ന് പറഞ്ഞാൽ 125. അപ്പൊ ഇതിന്റെ LCM ഞാൻ 125 ആയിട്ട് എടുത്തു. അപ്പൊ ഇവിടെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 25 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലെ. 25 പ്ലസ് ഇവിടെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ 5 പ്ലസ് 1. അപ്പൊ 25 5 30, 1 31. 31 ഡിവൈഡഡ് ബൈ 125. എങ്ങനെയാണ് ചെയ്യാം? 31-ല് പൂവില്ല, 125. അപ്പൊ പോയിന്റ് ഇട്ടു, അപ്പൊ 0 ഇട്ടു. 310-ല് എത്ര പ്രാവശ്യം പൂവ് നോക്കൂ. 310-ല് 3 പ്രാവശ്യം പൂവില്ല, അപ്പൊ 2 പ്രാവശ്യമാണ് പോവുക. ഈ 5 10, 1, ഈ 2 4, 1 5, O 2 2. അപ്പൊ 0 6 5 ആണ്. അപ്പൊ ഇവിടെ 2 ആയി, ഇവിടെ 11 ആയി. 11 മൈനസ് 5 6, 2 മൈനസ് 2 0, 60 ആയി. 600, അപ്പൊ ഒരു 0 കൂടി ഇടുക, 600. 600-ല് എത്ര പ്രാവശ്യം പോവും? ഏകദേശം 4 പ്രാവശ്യമാണ് പോവുക. 4 5 20, 2 ഈ 4 8 2 10, ബാക്കി 1, ഓർ 4 4 1 5. അപ്പൊ 100 ബാക്കിയാവും. ഇനി നമ്മൾ ചെയ്യേണ്ടതില്ല. 0.24 എന്ന് പറഞ്ഞ ഒരെണ്ണേ ഉള്ളൂ. അപ്പൊ പിന്നെ ഇത് തന്നെയാണ്. അല്ലെങ്കിൽ നിങ്ങൾ ബാക്കി 1000 ആവും വരിക. അപ്പൊ 8 125 ആണ് 1000. അപ്പൊ 1000 കഴിഞ്ഞു. 0.248 എന്ന് നിങ്ങൾക്ക് കിട്ടി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 2 ക്യൂബ് ഇൻറ്റു 3 സ്ക്വയർ, 2 സ്ക്വയർ ഇൻറ്റു 3 ക്യൂബ് എന്നീ സംഖ്യകളുടെ ലസാഗു എന്ത്? ഇങ്ങനെ വരുമ്പോ 2 ക്യൂബ് ഇൻറ്റു 3 സ്ക്വയർ ആണ് ഒരെണ്ണം അല്ലെ. അടുത്തത് 2 സ്ക്വയർ ഇൻറ്റു 3 ക്യൂബ്. അപ്പൊ 2 ആയിട്ടുള്ളതില് ഏറ്റവും വലുത് നോക്കണം. അപ്പൊ 2 ക്യൂബാണ് വലുത് അല്ലെ. 2 സ്ക്വയറിനെക്കാട്ടും വലുത് 2 ക്യൂബാണ്. 3-ൽ ഏതാണ് വലുത്? 3-ന്റെ ക്യൂബാണ് വലുത്. അപ്പൊ ഇത് ഈ വലുതുകൾ രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ 2 ക്യൂബ് എത്രയാണ്? 8 ഇൻറ്റു 3 ക്യൂബ് എത്രയാണ്? 3 9 9 3 27, 8 56, 5 2 16, 5 21, 216 എന്നുള്ളതാണ് ആൻസർ. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്നും നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്നും വിശ്വസിച്ചുകൊണ്ട്, നിങ്ങൾ ഇനിയും കൂടുതൽ ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.